മാത്രമേ പിടികൂടാൻ സാധിച്ചിട്ടുള്ളൂ. പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട അവരും പോലീസും ഏറ്റുമുട്ടൽ തുടരുന്നു. സന്യാസി പാളയത്ത് വെച്ച് കണ്ടെയ്നർ ലോറി റോഡിലെ കാറുകളും ബൈക്കുകളും ഇടിച്ചു തെറിപ്പിച്ചു. പള്ളിപ്പാളയത്ത് വെച്ച് കണ്ടെയ്നർ ലോറി റോഡിലെ കാറുകളും ബൈക്കുകളും ഇടിച്ചു തെറിപ്പിച്ചു. പോലീസ് പിന്നീട് ഇവരെ പിന്തുടരുകയായിരുന്നു. അങ്ങനെ പിന്തുടർന്നപ്പോൾ കണ്ടെയ്നറിനുള്ളിൽ നിന്നും ഇവരെ പുറത്തേക്ക് വെടിവെക്കുകയാണ്. അങ്ങനെയെങ്കിൽ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തേക്ക് വരികയാണ്. പ്രതികൾ രക്ഷപ്പെടാൻ ശ്രമിച്ച കണ്ടെയ്നറും ആ കണ്ടെയ്നറിനുള്ളിൽ ഒളിപ്പിച്ചിരിക്കുന്ന ആ വാഹനത്തിന്റെ ദൃശ്യങ്ങളുമാണ് നമുക്ക് ലഭ്യമാവുന്നത്. ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് ലഭ്യമാവുന്നത്. എത്ര കണ്ട് ആസൂത്രിതമായിട്ടും നടന്ന ഒരു മോഷണമായിരുന്നു അതെന്ന് വ്യക്തമാണ്. കണ്ടെയ്നറിനുള്ളിൽ ഒരു വാഹനം ഒളിപ്പിച്ച നിലയിൽ ആ വാഹനത്തിലാണ് പ്രതികൾ തൃശ്ശൂരിലെ ഈ 3 ഇടങ്ങളിലും എത്തി മോഷണം നടത്തിയത്. അതിനൊടുവിലാണിപ്പോൾ ഈ പോലീസിന്റെ ആക്ഷൻ ഉണ്ടായിരിക്കുന്നത് എന്നതാണ്. തമിഴ്നാട്ടിൽ നാമക്കൽ വെച്ചാണ് ഈ പ്രതികളെ പിടികൂടുന്നത്. അതായത് ഈ കണ്ടെയ്നർ ലോറിയിലൂടെ സംഘങ്ങൾ സഞ്ചരിക്കുകയായിരുന്നു. പക്ഷേ പോലീസ് ഇവരെ കൃത്യമായി ഫോളോ ചെയ്യുന്നു. പോലീസ് ലൊക്കേറ്റ് ചെയ്തു എന്ന കാര്യം മനസ്സിലാക്കിയപ്പോൾ ഈ കണ്ടെയ്നർ ലോറിക്കകത്ത് നിന്നും പുറത്തേക്ക് വെടിവെക്കുകയായിരുന്നു. അങ്ങനെയാണ് വലിയ ഏറ്റുമുട്ടൽ പോലീസും ഈ സംഘാംഗങ്ങളും തമ്മിൽ ഉണ്ടായത്. എല്ലാ പ്രതികളെയും പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാവുന്ന വിവരം. ചില പ്രതികൾ ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട്. അവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ആ മേഖലയിൽ തുടരുന്നു എന്നാണ് മനസ്സിലാക്കാൻ. ദൃശ്യങ്ങൾ കാണുന്നത് പോലെ ആ മേഖല കേന്ദ്രീകരിച്ച് പോലീസിന്റെ പരിശോധന ഇപ്പോഴും നടക്കുന്നു. ഷംന, വിശദാംശങ്ങൾ. സജിത്ത്, ഈ പിടിയിലായ 6 പേരും ഒരാൾ കൊല്ലപ്പെട്ട ഒരാളടക്കം 7 പേർ ഇവരെല്ലാം ഹരിയാന സ്വദേശികളാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവർ നേരത്തെ തന്നെ കൃത്യമായി അത് പ്ലാൻ ചെയ്തിട്ടുണ്ട്. രാവിലെയോടുകൂടി പുലർച്ചയോടുകൂടി ഈ കവർച്ച നടക്കുന്നു. അതിനുശേഷം കൃത്യമായി തന്നെ ആ കാർ കണ്ടെയ്നറിൽ കയറ്റി അതെല്ലാം കയ്യിൽ ആയുധങ്ങൾ, തോക്കടക്കമുള്ള മറ്റായുധങ്ങൾ കയറ്റി കൊണ്ടുപോകുന്നു. കൃത്യമായി വളരെ ആസൂത്രിതമായി നടന്ന ഒരു കവർച്ച. അതാണ് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പോലീസ് കണ്ടെത്തിയത്. മേഖലയിൽ ഇപ്പോഴും വലിയ രീതിയിൽ വെടിവെപ്പ് നടക്കുന്നു, ഏറ്റുമുട്ടൽ നടക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രതികളിൽ ഒരാൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. പോലീസുകാർക്ക് വെടിയേറ്റിട്ടുണ്ട്. ഈ പോലീസ് തിരിച്ചറിഞ്ഞു അല്ലെങ്കിൽ പിന്തുടരുന്നെന്ന് മനസ്സിലാക്കിയ വേളയിൽ പോകുന്ന വഴിയിൽ അവർ കാറുകളും ബൈക്കുകളും അടക്കം ഇടിച്ചു തെറിപ്പിക്കുന്നു. പോലീസുകാർക്ക് നേരെ വെടിയുതിർക്കുന്നു. ഇപ്പോൾ മേഖലയിൽ ഈ പോലീസും പ്രതികളും തമ്മിലുള്ള ഏറ്റുമുട്ടൽ നടക്കുന്നു, വെടിവെപ്പ് നടക്കുകയാണ്. ഇപ്പോൾ ചിലരെ മാത്രമേ ഇപ്പോൾ അറസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ കസ്റ്റഡിയിൽ എടുക്കാൻ പോലീസിന് സാധിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ളവർക്കായി ഇപ്പോൾ അന്വേഷണം തുടരുകയാണ്. ഏറ്റുമുട്ടൽ വേളയിൽ പലരും ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട്. എന്തായാലും തമിഴ്നാട് പോലീസിന്റെ കൂടി സഹായത്തോടെ വളരെ വേഗത്തിൽ കാര്യങ്ങൾ നീങ്ങുകയാണ്. ഇപ്പോൾ ADGP ഉമ്മ സ്ഥലത്തെത്തിയിട്ടുണ്ട്. എന്തായാലും ഈ മുഴുവൻ പ്രതികളെയും ഇനി എത്രയും പെട്ടെന്ന് തന്നെ കണ്ടെത്താൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. കാരണം ഇത്രയും ആസൂത്രിതമായി നടന്ന ഒരു കവർച്ച വെറും മണിക്കൂറുകൾക്കുള്ളിലാണ് പോലീസ് അവരെ പിടികൂടിയത്. അതുകൊണ്ട് തന്നെ ഇനി ബാക്കിയുള്ള പ്രതികളെയും എത്രയും പെട്ടെന്ന് കണ്ടെത്താനാവുമെന്ന് കരുതുന്നു. ഇന്ന് 2:10 പുലർച്ചെ 2:10 ആദ്യ കവർച്ച നടക്കുന്നത്. അതിനുശേഷം ബാക്കി 3 മണിയോടുകൂടി തന്നെ മറ്റ് കവർച്ചകളും നടക്കുന്നു. വളരെ കൃത്യമായി തൃശ്ശൂർ മേഖല ആ ഒരു 3 പ്രദേശങ്ങളും 3 ATMകളും കൃത്യമായി അറിയുന്ന അല്ലെങ്കിൽ അതിനെ കുറിച്ച് പഠിച്ച് കൃത്യമായി ആസൂത്രണം ചെയ്താണ് പ്രതികൾ എത്തിയത് എന്ന കാര്യം വ്യക്തമാണ്. കാരണം ആ മണിക്കൂറുകൾക്കുള്ളിൽ നമുക്കറിയാം, മണിക്കൂറുകൾക്കുള്ളിലാണ് ആദ്യം മെസ്സേജ് പോലീസിന് കിട്ടി. പോലീസ് എത്തിയപ്പോൾ തന്നെ അടുത്ത കവർച്ച നടക്കുന്നു. അപ്പോൾ കൃത്യമായി തൃശ്ശൂർ എന്ന മേഖല അല്ലെങ്കിൽ ആ ATM കേന്ദ്രീകരിച്ച മേഖല അത് കൃത്യമായി അറിയുന്നവരായിരുന്നു പ്രതികൾ. അങ്ങനെയെങ്കിൽ ഈ ഹരിയാന സ്വദേശികൾ എങ്ങനെ തൃശ്ശൂരിൽ എത്തി എന്നതടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് വിശദാംശങ്ങൾ ലഭിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും വരും മണിക്കൂറുകൾ എത്രയും പെട്ടെന്ന് ബാക്കിയുള്ള പ്രതികളെ കൂടി കണ്ടെത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സജിത്. ഒപ്പം തന്നെ ഈ പോലീസുകാർക്ക് പരിക്കേറ്റിട്ടുണ്ട്, വെടിയേറ്റിട്ടുണ്ട് എന്ന കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. ഈ കണ്ടെയ്നർ ഓടിച്ചിരുന്ന ലോറി ഡ്രൈവറാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു, കണ്ടെയ്നർ ചേസ് ചെയ്ത് പോലീസ് വരുന്ന വഴിയാണ് കണ്ടെയ്നറിൽ നിന്നും വെടിയുതിർക്കുന്നത് പോലീസിന് നേരെ. ഇപ്പോൾ ആ കണ്ടെയ്നറിന്റെ ലോറി ഡ്രൈവർ അയാളാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടത്. ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം വരുന്നു, 6 പേരെയും പിടികൂടിയിരിക്കുന്നു സജിത്ത്. ഈ കവർച്ചാ സംഘത്തിലെ ബാക്കിയുണ്ടായിരുന്ന 7 അംഗ സംഘത്തിൽ ഒരാൾ കൊല്ലപ്പെട്ട് ബാക്കി 6 പേരെയും പിടികൂടിയിരിക്കുന്നു. ഏറ്റുമുട്ടൽ അവസാനിച്ചതായി ഇപ്പോൾ റിപ്പോർട്ട് വരുന്നു. പോലീസിന്റെ കൃത്യമായ ഇടപെടൽ മൂലം മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പ്രതികളെ കണ്ടെത്തുന്നു, പിടികൂടുന്നു. അവരുമായി വലിയ ഏറ്റുമുട്ടലുണ്ടായി.
ഒടുവിൽ പോലീസുകാർക്കടക്കം വെടിയേൽക്കുന്ന സാഹചര്യമുണ്ടായി. ഇപ്പോൾ ഇതാ ഈ വെടിവെപ്പ് അല്ലെങ്കിൽ മേഖലയിലെ ഏറ്റുമുട്ടൽ അവസാനിച്ചതായാണ് പുതിയ റിപ്പോർട്ടുകൾ വരുന്നത്. പോലീസുകാർ സുരക്ഷിതരായ, ബാക്കി എല്ലാ പോലീസുകാരും സുരക്ഷിതരാണെന്ന് മനസ്സിലാക്കുന്നു. ഒപ്പം തന്നെ കൊല്ലപ്പെട്ടത് ലോറി ഡ്രൈവറാണ്. ബാക്കിയുള്ള 6 പേരെയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെന്ന് കൂടി മനസ്സിലാക്കുന്നു. സജിത്ത്, എന്തായാലും ഏറ്റുമുട്ടൽ അവസാനിച്ചു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. 6 പേരെയും മുഴുവൻ പ്രതികളെയും 3 ATMകളിൽ നിന്നായി 66 ലക്ഷം രൂപയാണ് ഇവർ കവർന്നത്. കൃത്യമായി നടന്ന വളരെ വലിയൊരു ഓപ്പറേഷന്റെ വലിയൊരു കവർച്ചയുടെ അത് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ കണ്ടെത്തി അവരെ പിടികൂടാൻ പോലീസിനായിരിക്കുന്നു. വളരെ നമുക്കറിയാം, ഈ പോലീസുകാർക്കടക്കം ഈ വെടിയേൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് അത്ര വലിയ ആസൂത്രിതമായിട്ടായിരുന്നു ഈ കവർച്ച നടന്നത്. ആയുധങ്ങൾ, തോക്കടക്കമുള്ള ആയുധങ്ങൾ പ്രതികളുടെ കൈവശമുണ്ടായിരുന്നു. രക്ഷപ്പെടാനായി കൃത്യമായി കണ്ടെയ്നർ അടക്കം സജ്ജീകരിച്ചായിരുന്നു ഇവർ ഈ കവർച്ച നടത്തിയത്. മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പോലീസ് അവരെ കണ്ടെത്തുന്നു. 6 പ്രതികളെയും വലിയൊരു ഏറ്റുമുട്ടലിനൊടുവിൽ 6 പ്രതികളെയും കസ്റ്റഡിയിൽ എടുക്കുന്നു. തീർച്ചയായും പോലീസിന്റെ വലിയൊരു വിജയമെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. കാരണം ഈ സംഭവം നടന്ന് അത്രയും പെട്ടെന്ന് തന്നെ വിവരങ്ങൾ തൃശ്ശൂരിൽ നിന്നും വിവരങ്ങൾ പോലീസ് കൃത്യമായി എല്ലാ ജില്ലകളിലേക്കും സംസ്ഥാനങ്ങളിലേക്കും കൈമാറുന്നു. ഇതേ തുടർന്ന് തമിഴ്നാട് പോലീസ് കൃത്യമായി വളരെ പെട്ടെന്ന് അന്വേഷണം ശക്തമാക്കുന്നു. പാലക്കാട്, കോയമ്പത്തൂർ വഴിയാണ് ഈ പ്രതികൾ രക്ഷപ്പെടാൻ ശ്രമിച്ചത്. ഈ തൃശ്ശൂരിൽ നിന്ന് 236 കിലോമീറ്റർ അകലെ നിന്ന് സന്യാസിപ്പേട്ടയിൽ നിന്ന് ഇവരെ പിടികൂടാൻ തമിഴ്നാട് പോലീസിനാകുന്നു. ഉടൻ തന്നെ അവിടെ ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നു. വളരെ വലിയൊരു ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നു. ഏറ്റുമുട്ടൽ പ്രതികളിൽ ഒരാൾ ഉൾപ്പെടെ മരണപ്പെടുന്നു, കൊല്ലപ്പെടുന്നു. അതിനുശേഷം പോലീസുകാർക്ക് വെടിയേൽക്കുന്നു. ഇത്രയും വലിയൊരു ഏറ്റുമുട്ടൽ നടന്ന മാരകായുധങ്ങൾ, തോക്കടക്കമുള്ള ആയുധങ്ങളുമായി എത്തിയ വളരെ വലിയൊരു ആസൂത്രണവുമായി എത്തിയ പ്രതികളെ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പോലീസ് പിടികൂടുന്നു. സജിത്ത്, എന്തായാലും ഏറ്റുമുട്ടൽ അവസാനിച്ചു. വരും മണിക്കൂറുകളിൽ ഇവരുടെ അറസ്റ്റ് അടക്കം രേഖപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കാം. ഇവരുടെ കൂടുതൽ വിശദാംശങ്ങൾ, ഈ പ്രതികളുടെ ബാക്ക്ഗ്രൗണ്ട് അടക്കമുള്ള വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കാം. സജിത്ത്, യെസ്, അതാണ് സാഹചര്യം. ഏറ്റവും പുതിയതായി ലഭിക്കുന്ന അപ്ഡേറ്റ് എല്ലാ പ്രതികളെയും പിടികൂടിയിരിക്കുന്നു എന്നതാണ്. കണ്ടെയ്നർ ലോറിയിൽ നിന്നും ചില പ്രതികൾ പുറത്തേക്ക് ഓടി രക്ഷപ്പെട്ടു. അവരെയും പിന്നീട് പിടികൂടി. ഇതാ പരിക്കേറ്റ ഒരു പോലീസുകാരന്റെ ദൃശ്യമടക്കമാണ് നമുക്ക് ഇപ്പോൾ കാണാനാവുന്നത്. ഒപ്പം തന്നെ പ്രതികളിൽ പരിക്ക് പറ്റിയവരെയും മരണപ്പെട്ടവരുടെയും ഒക്കെ ദൃശ്യങ്ങളും പുറത്തു വരുന്നുണ്ട്. സമീപകാലത്തൊന്നും ഉണ്ടാവാത്ത തരത്തിലുള്ള ഒരു വലിയ ഓപ്പറേഷൻ അവിടെ നടന്നു എന്നതാണ്, നാമക്കൽ ഉണ്ടായി എന്നതാണ് സാഹചര്യം. ഒരുപക്ഷെ പോലീസും കരുതിയിട്ടുണ്ടാവില്ല കണ്ടെയ്നർ ലോറിയിൽ നിന്നും ഈ മോഷ്ടാക്കൾ തിരികെ വെടിവെക്കുമെന്നും. അതുകൊണ്ട് തന്നെ അന്വേഷണ സംഘത്തിനും തിരിച്ചു വെടിവെക്കേണ്ടി വരുന്നു. അങ്ങനെ ഒടുവിൽ പോലീസിന്റെ വലിയ ആക്ഷനൊടുവിൽ അത് വിജയം കാണുന്നു എന്നാണ് സാഹചര്യം. സമീപകാലത്തൊന്നും ഉണ്ടാവാത്ത തരത്തിലുള്ള ആസൂത്രിതമായ ഒരു വൻ മോഷണമാണ്, മോഷ്ടാക്കളെയാണ് പോലീസ് പിടികൂടിയത്. തൃശ്ശൂരിലെ 3 ഇടങ്ങളിൽ നിന്നും ATMിൽ നിന്ന് കവർന്ന 66 ലക്ഷം രൂപയുമായി ദൃശ്യങ്ങൾ കാണുന്ന കാറിൽ കടന്നു കളഞ്ഞ പ്രതികൾ ഒടുവിൽ കാർ ഒളിപ്പിച്ചത് ഈ കാണുന്ന കണ്ടെയ്നറിനുള്ളിൽ. അങ്ങനെ കടന്നു കളഞ്ഞ് കിലോമീറ്ററുകളും സഞ്ചരിച്ച പ്രതികൾ പാലക്കാട്, കോയമ്പത്തൂർ വഴി തമിഴ്നാട്ടിലൂടെ സഞ്ചരിച്ചിരുന്ന പ്രതികളെ പിന്തുടർന്ന തമിഴ്നാട് പോലീസ് ഒടുവിൽ അവരെ പിന്നീട് പിടികൂടുന്നു. പോലീസ് വളഞ്ഞു എന്ന് മനസ്സിലാക്കിയ പ്രതികൾ തിരികെ വെടിവെക്കുന്നു. ഒപ്പം തന്നെ റോഡിലൂടെ അപകടകരമായ രീതിയിൽ വാഹനമോടിക്കുന്നു. നിരവധി വാഹനങ്ങൾക്ക് കേടുപാടുകൾ പറ്റുന്നു. ഒടുവിൽ പോലീസിന്റെ ഓപ്പറേഷനൊടുവിൽ പ്രതികളെ പിടികൂടുന്നു. 6 പേരെയും പിടികൂടി. ഇതിൽ ഒരു മോഷ്ടാവ് പോലീസിന്റെ വെടിയേറ്റ് കൊല്ലപ്പെട്ടു എന്നാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. ഒപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ നിരവധി പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. അവിടെ SP അടക്കമുള്ള ഉദ്യോഗസ്ഥരെത്തി അവിടെ പരിശോധനകൾ നടത്തുകയാണ്. എന്തായാലും ഓപ്പറേഷൻ വിജയം കാണുന്നു. ദൃശ്യങ്ങളിൽ കാണുന്നത് നേരത്തെ ഈ പ്രതികൾ ഓടി രക്ഷപ്പെട്ടപ്പോൾ അവരെ തെരയുന്നതിന് വേണ്ടി പോലീസ് നടത്തിയ സെർച്ചാണ്. അങ്ങനെ അതിനൊടുവിൽ എല്ലാ പ്രതികളെയും പിടികൂടി എന്നതാണ് ഔദ്യോഗികമായി പോലീസ് അവിടെ നിന്നും ലഭ്യമാക്കുന്ന വിവരം. ഇന്ന് വെളുപ്പിന് 2:10 തൃശ്ശൂരിലെ 3 ഇടങ്ങളിലായി, നഗരമേഖലയിൽ തന്നെയുള്ള 3 ഇടങ്ങളിലായി ATM കവർച്ച നടന്നത്. ഈ ATM കവർച്ചയ്ക്ക് സംഘമെത്തിയപ്പോൾ തന്നെ അവിടെ നിന്നും പോലീസിന് അലർട്ട് ലഭ്യമാകുന്നു. അവിടുത്തെ CCTV കറുത്ത പെയിന്റ് അടിച്ച് മറച്ചതിന് ശേഷമായിരുന്നു സംഘം അകത്ത് കടന്നത്. പക്ഷേ മറ്റ് CCTV ദൃശ്യങ്ങൾ, പുറത്തുള്ള മറ്റ് കടകളിലെയും മറ്റും CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിക്കുന്നു. ഇതിലൂടെ ഒരു വാഹനത്തിലാണ് ഈ 3 പ്രതികളും അവിടെ ഈ 3 കവർച്ചയും നടത്തിയത് എന്ന് മനസ്സിലാകുന്നു. അങ്ങനെ ആ വാഹനം കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടക്കുന്നു. പ്രതികൾ തമിഴ്നാട്ടിൽ വഴി കടന്നു കളഞ്ഞു എന്ന സംശയമുണ്ടാവുന്നു. തുടർന്ന് തമിഴ്നാട് പോലീസിന് വിവരങ്ങൾ കൈമാറുന്നു. ഒടുവിൽ തമിഴ്നാട് പോലീസും കേരള പോലീസും
സമാനമായ കവർച്ച നടത്തുന്ന സംഘങ്ങളെ തെരയുന്നു. ആ തെരച്ചിലിനൊടുവിലാണ് ഈ പ്രതികൾ വാഹനം ഒളിപ്പിച്ചത് ഒരു കണ്ടെയ്നറിനുള്ളിലാണെന്നും ആ കണ്ടെയ്നറിലൂടെ അവർ തമിഴ്നാട്ടിലൂടെ യാത്ര ചെയ്യുകയാണെന്നും ഉള്ള വിവരം ലഭ്യമാവുന്നത്. അങ്ങനെ കണ്ടെയ്നർ ലോറിക്ക് പിന്നാലെ സഞ്ചരിക്കുന്ന പോലീസ് സംഘത്തിന് നേരെ കണ്ടെയ്നറിൽ നിന്നും ഈ മോഷ്ടാക്കൾ വെടിയുതിർക്കുന്നു. ഒടുവിൽ വലിയ ഏറ്റുമുട്ടലുണ്ടാവുന്നു. വാഹനത്തിൽ നിന്നും തിരികെ പ്രത്യാക്രമണം ഉണ്ടായതോടെ ആദ്യം പകച്ച പോലീസ് സംഘങ്ങൾ തിരികെ ആക്രമിക്കുന്നു. അങ്ങനെ ഒടുവിൽ ആ വെടിവെപ്പിനൊടുവിൽ മോഷ്ടാക്കളിൽ ഒരാൾ കൊല്ലപ്പെടുന്നു. പോലീസ് ഉദ്യോഗസ്ഥർക്കും പരിക്ക് പറ്റിയിട്ടുണ്ട്. ആ ഓപ്പറേഷൻ എങ്ങനെ നടന്നു, ഒപ്പം പരിക്ക് പറ്റിയത് ആർക്കൊക്കെ എന്നത് സംബന്ധിച്ച വിശദാംശങ്ങൾ ഔദ്യോഗികമായി തന്നെ പോലീസ് വിശദീകരിക്കേണ്ടതുണ്ട്. വരുന്ന മിനിറ്റുകളിൽ തന്നെ നമുക്ക് അക്കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാവുമെന്ന് കരുതാം. ഇതാ കണ്ടെയ്നർ ലോറിക്കകത്ത് കാർ ഒളിപ്പിച്ച നിലയിലുള്ള ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. എന്തായാലും വലിയ ആസൂത്രിതമായ ഒരു നീക്കമാണ് ഇവർ നടത്തിയത് എന്ന് വേണം നമുക്ക് വ്യക്തമാണ്. ഹരിയാന സ്വദേശികളാണ് മോഷ്ടാക്കൾ എന്നതാണ് പ്രാഥമിക വിവരം. ഒരുപക്ഷെ അതിനപ്പുറത്തേക്ക് വലിയ ആസൂത്രിത ശ്രമങ്ങൾ മുൻകാലത്തും നടത്തിയിട്ടുള്ളവരാണ്. രാജസ്ഥാൻ രജിസ്ട്രേഷനുള്ള വാഹനത്തിലെത്തിയ കണ്ടെയ്നർ ലോറിയിലെത്തിയവരാണ് ഈ മോഷ്ടാക്കൾ എന്ന് വ്യക്തമാവുന്നു. വാഹനത്തിന്റെ രജിസ്ട്രേഷൻ സംബന്ധിച്ചുള്ള വിശദാംശങ്ങളും പുറത്തു വരുന്നുണ്ട്. അക്കാര്യം RJ11 എന്ന് നമുക്ക് ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാവുന്നുണ്ട്. രാജസ്ഥാൻ രജിസ്ട്രേഷൻ കണ്ടെയ്നർ ലോറിയാണ്. അങ്ങനെയെങ്കിൽ ഈ പ്രതികൾ ഹരിയാന അല്ലെങ്കിൽ അന്യ സംസ്ഥാനങ്ങളിലുള്ളവരാണെന്ന് മാത്രമല്ല വളരെ വ്യാപകമായ ആസൂത്രിതമായ ഒരു നീക്കമാണ് നടന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ സമാനമായ രീതിയിലുള്ള മോഷണം നടത്തിയുള്ള പ്രതികളെ തേടിയുള്ള അന്വേഷണമാണ് ഇവരിലേക്ക് എത്തിയത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. മോഷ്ടാക്കൾ കണ്ടെയ്നർ ലോറിക്കുള്ളിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. അവിടെ നിന്ന് അവർ പുറത്തേക്ക് വെടിവെക്കുകയായിരുന്നു. അങ്ങനെ അപ്രതീക്ഷിതമായ ഒരു ഓപ്പറേഷൻ നടത്തേണ്ടി വന്നു പോലീസ് സംഘത്തിന്. അങ്ങനെ ആ ഓപ്പറേഷൻ ഒടുവിലാണ് ഇപ്പോൾ ഇവരെ ഏറ്റുമുട്ടലിനൊടുവിലാണ് ഈ മോഷ്ടാക്കളെ എല്ലാവരെയും പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും പോലീസിനെ സംബന്ധിച്ച് അഭിമാനിക്കാം. പ്രത്യേകിച്ച് തമിഴ്നാട് പോലീസ് അവർ നടത്തുന്ന ഒരു അസാധാരണമായ ഒരു ഓപ്പറേഷൻ, ഒരു നീക്കത്തിനൊടുവിലാണ് ഈ പ്രതികളെ പൂർണ്ണമായും പിടികൂടാൻ കഴിഞ്ഞത്. സാഹചര്യമുള്ള ഷംന, വിശദാംശങ്ങൾ. സജിത്ത്, ഇത് വലിയൊരു ആസൂത്രിതമായ കവർച്ച എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. രാജസ്ഥാൻ രജിസ്ട്രേഷനുള്ള ഒരു കണ്ടെയ്നർ ഇവർ സംഘടിപ്പിക്കുന്നു. അത് കൃത്യമായി ആ കാറിൽ കവർച്ചയ്ക്ക് എത്തുന്നു. അതിനുശേഷം ആ കാറ് ഈ കണ്ടെയ്നർ ലോറിയിൽ കയറ്റിയാണ് ഇവർ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത്. പാലക്കാട് കോയമ്പത്തൂർ വഴി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. കൃത്യമായി തൃശ്ശൂരിൽ നിന്നും 236 കിലോമീറ്റർ അകലെ വെച്ച് ഇവരെ പിടികൂടാൻ പോലീസിനായി. അങ്ങനെയെങ്കിൽ ഈ കണ്ടെയ്നർ ലോറി അതിന്റെ രജിസ്ട്രേഷൻ ഈ ഉടമ ലോറി ട്രക്കിന്റെ ഉടമ അടക്കം ഇതിൽ പങ്കാളിയാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇപ്പോൾ പിടിയിലായ 6 പ്രതികളും ഹരിയാന സ്വദേശികൾ തന്നെയാണെന്നാണ് ഇപ്പോൾ പ്രാഥമിക വിവരം. ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായ വിവരങ്ങൾ ഇനിയും നമുക്ക് ലഭ്യമാകേണ്ടതുണ്ട്. തൃശൂർ പോലീസ് SP അടക്കം ഇപ്പോൾ സംഭവ സ്ഥലത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. അവിടെ എത്തിയതിനു ശേഷം കൃത്യമായി കേരള പോലീസ് ഔദ്യോഗികമായ ഒരു വിവരം നൽകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരള പോലീസിനെ സംബന്ധിച്ചും തമിഴ്നാട് പോലീസിനെ സംബന്ധിച്ചും വലിയ അഭിമാനിക്കാനാവുന്ന ഒരു കാര്യം തന്നെയാണ്. വെറും വലിയൊരു കവർച്ച സമീപകാലത്ത് കണ്ടിട്ടില്ലാത്ത തരത്തിൽ ലക്ഷങ്ങളുടെ 66 ലക്ഷം രൂപയാണ് ഈ പ്രതികൾ കവർന്നത് 3 ATMകളിൽ നിന്നായി. ഈ കവർച്ച നടന്ന് വെറും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇവരെ പിടികൂടാൻ പോലീസിനായിരിക്കുന്നു. അതിന്റെ പിടികൂടുന്ന കാര്യത്തിൽ തമിഴ്നാട് പോലീസിനാണെങ്കിലും കൃത്യമായി മെസ്സേജുകൾ പാസ് ചെയ്ത് CCTV വിഷ്വൽസ് അടക്കം നൽകിക്കൊണ്ട് കേരള പോലീസും തമിഴ്നാട് പോലീസും ഈ അന്വേഷണം ഏകോപിപ്പിച്ചുകൊണ്ട് തന്നെ അവർ പ്രതികളെ പിടികൂടുന്നു. ഒപ്പം തന്നെ ഈ വലിയ ഏറ്റുമുട്ടലുകൾക്കൊടുവിലാണ് ഈ പ്രതികളെ കസ്റ്റഡിയിൽ എടുക്കാൻ സാധിച്ചത്. അതുകൂടി എടുത്തു പറയേണ്ടിയിരിക്കുന്നു. കാരണം തോക്കടക്കമുള്ള ആയുധങ്ങൾ ഈ പ്രതികളുടെ കയ്യിലുണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ എടുത്തു പറയേണ്ടതാണ്. ഈ പോലീസുകാർക്ക് നേരെ കണ്ടെയ്നർ ലോറിക്കകത്ത് നിന്ന് തന്നെ ഇവർ വെടിയുതിർക്കുന്നു. പോലീസ് പിന്തുടരുന്നെന്ന് മനസ്സിലാക്കി ലോറിക്കുള്ളിൽ വെച്ച് വെടിയുതിർക്കുന്നു. അതിൽ 2 പോലീസുകാർക്കാണ് ഇപ്പോൾ വെടിയേറ്റിട്ടുള്ളത്. അങ്ങനെ വളരെ പ്ലാൻ ചെയ്ത അല്ലെങ്കിൽ ഈ വളരെ ആസൂത്രിതമായിട്ടാണ് ഈ ഓപ്പറേഷൻ നടന്നത് എന്ന് വ്യക്തമാണ്. കാരണം ഈ ഹരിയാന സ്വദേശികൾ എന്തിന് കേരളത്തിലെത്തി തൃശ്ശൂരിലെത്തി ഇത്തരം ഒരു കവർച്ച നടത്തി. അതും മണിക്കൂറുകൾക്കുള്ളിൽ
3 ATMകളിൽ എങ്ങനെ ഇവർ കവർച്ച നടത്തി കൃത്യമായി രക്ഷപ്പെട്ടു. പാലക്കാട് കോയമ്പത്തൂർ വഴിയാണ് ഇവർ രക്ഷപ്പെടാൻ ശ്രമിച്ചത്. അതിനുശേഷം മണിക്കൂറുകൾക്കുള്ളിലാണ് ഇവരെ പോലീസ് പിടിക്കുന്നത്. എന്തായാലും ഈ 7 പ്രതികളിൽ ഒരാൾ കൊല്ലപ്പെട്ടു, വെടിവെപ്പിൽ ഒരാൾ കൊല്ലപ്പെട്ടു. ബാക്കി 6 പ്രതികളും ഇപ്പോൾ കസ്റ്റഡിയിലാണ് എന്ന് തന്നെ മനസ്സിലാക്കണം. ഔദ്യോഗിക വിവരങ്ങൾ അല്പസമയത്തിനകം കേരള പോലീസ് അടക്കമുള്ളവർ നൽകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. സജിത്ത്, അങ്ങനെയാണ് ആ അറസ്റ്റ് നടന്നത്. എന്തായാലും അസാധാരണമായ വേഗത്തിലുള്ള ചടുലമായ നീക്കമാണ് കേരള തമിഴ്നാട് പോലീസ് സംഘങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതിനൊടുവിലാണ് ഇപ്പോൾ ഈ തരത്തിൽ പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞത്. ഇന്ന് പുലർച്ചെ 2:10 ഈ ആദ്യ കവർച്ച നടക്കുന്നത്. ആദ്യം തൃശ്ശൂർ മാപ്രാണത്താണ് മോഷണം നടക്കുന്നത്. പിന്നീട് 3 മണിക്ക് ഷൊർണൂർ റോഡിൽ, പിന്നീട് 4 മണിയോടെ കോലഴിയിലും കവർച്ച നടത്തിയ സംഘം. ഈ ആദ്യ കവർച്ച നടത്തുമ്പോൾ തന്നെ ഇത് സംബന്ധിച്ച അലർട്ട് പോലീസിന് ലഭ്യമായി. പോലീസ് സംഘം അവിടേക്ക് എത്തുമ്പോൾ അടുത്തയിടത്ത് ഇവർ മോഷണം നടത്തുകയായിരുന്നു. തുടർന്ന് അടുത്ത പോയിന്റിൽ, പക്ഷേ ഈ 3 എന്തായാലും ഈ വിഷയത്തിൽ തമിഴ്നാട് പോലീസിന്റെ അസാധാരണമായ വേഗത്തിലുള്ള നീക്കങ്ങളാണ് ഇത്തരത്തിൽ ഈ പ്രതികളെ വേഗത്തിൽ പിടികൂടാൻ സാധിച്ചത്. പോലീസ് ഉദ്യോഗസ്ഥർക്കും പരിക്ക് പറ്റിയിട്ടുണ്ട്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം സ്ഥലത്തുമെത്തിയിട്ടുണ്ട്. SP ഉമ്മയുടെ DIG ഉമ്മയുടെ പ്രതികരണം. ஒருத்தர் ஃபயர் பண்ண வேண்டிய ஒரு சூழ்நிலை வந்தது, பண்ணியிருக்காங்க. ஹாஸ்பிட்டல் இன்டிமேஷன் பார்த்துட்டு, ஹாஸ்பிட்டல் நிலவரம் பார்த்துட்டு பார்த்துட்டு உங்க எல்லாருக்கும் நாங்க தகவல் சொல்றோம். கொஞ்சம் வெயிட் பண்ணுங்க, முழு தகவலை சொல்றோம். தமிழ்நாடு ரொம்ப பரபரப்பா எதிர்பார்த்துட்டு இருக்கு. அதனாலதான் 6 பேர் அரெஸ்ட் அப்படிங்கிறாங்க. பகேரியா கொள்ளையர்கள் அப்படிங்கிறாங்க. உறவினர்களும் இங்க வந்து உங்களுக்கு முழு தகவலும் நாங்க வந்து சொல்லுவோம். எங்களோட போலீஸ் வந்து ஹாஸ்பிட்டல் அட்மிட் ஆயிருக்காங்க. இப்போ என்னாச்சுன்னு சொல்லி கிட்ட விசாரிச்சாதான் முழு தகவலையும் முழு தகவலையும் உங்களுக்கு ஹாஸ்பிட்டல்ல இருக்க போலீஸ் என்கொயரி பண்ணிட்டு அதுக்கப்புறமா பள்ளிப்பாளையம் நாங்க போறோம். போலீஸ் வந்து 2 பேரும் அங்க இன்ஜுரி ஆகி அட்மிட் ஆயிருக்காங்க. அவங்களுக்கு என்ன மாதிரி இது இருக்குன்னு சொல்லி பார்த்துட்டு அவங்களை விசாரிச்சுட்டு உங்களுக்கு முழு தகவல் പരിക്ക് പറ്റിയെന്നാണ് അവർ വിശദീകരിക്കുന്നത്. ഒപ്പം തന്നെ ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ വ്യക്തമാക്കുന്നത് വിശദമായി തന്നെ മാധ്യമങ്ങളെ കാണുമെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നു. അവിടെ ആശുപത്രിയിൽ പരിക്ക് പറ്റിയിരിക്കുന്നവരെ ഡിസ്ചാർജ് ചെയ്തതിനു ശേഷം ഇക്കാര്യത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഔദ്യോഗിക വിശദീകരണം ഉണ്ടാകും. ഒരു കാര്യം വ്യക്തമാണ്, വലിയ ഒരു ഏറ്റുമുട്ടലാണ് അവിടെ നടന്നിരിക്കുന്നത്. മോഷ്ടാക്കളുമായുള്ള നടന്ന ഏറ്റുമുട്ടലിനൊടുവിൽ 2 പോലീസുകാർക്ക് പരിക്ക് പറ്റിയിരിക്കുന്നു. ഒരുപക്ഷേ അപ്രതീക്ഷിതമായ ഒരു തിരിച്ചടി അവിടെ ഉണ്ടായി എന്നത് വേണം മനസ്സിലാക്കാൻ. കാരണം മോഷ്ടാക്കൾ തിരികെ വെടിവെക്കുമെന്നത് പോലീസും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ ഒരു വലിയ ഏറ്റുമുട്ടൽ അവിടെ വേണ്ടി വരുന്നു. തുടർന്ന് പോലീസ് ഈ വാഹനം വളഞ്ഞിട്ട്, ഈ കണ്ടെയ്നർ ലോറി വളഞ്ഞിട്ട് നടത്തിയ ഏറ്റുമുട്ടലിനൊടുവിൽ ആണ് ഈ പ്രതികളിൽ ഒരാൾ വെടിയേറ്റ് മരിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. 2 പോലീസ് ഉദ്യോഗസ്ഥർക്കും പരിക്ക് പറ്റിയിട്ടുണ്ട്. അവരുടെ ദൃശ്യങ്ങളടക്കം നമുക്ക് ലഭ്യമാവുകയും ചെയ്യുന്നുണ്ട്. സമീപത്തെ ആശുപത്രിയിലാണ് അവരെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും നാമക്കലിന് സമീപത്താണ് ഇത്ര വലിയൊരു ഏറ്റുമുട്ടലിലൂടെ ഈ പിടികൂടാനായിരിക്കുന്നത്. തമിഴ്നാട് പോലീസിന്റെ ഭാഗത്തു നിന്നും അസാധാരണമായ വേഗത്തിലുള്ള ഒരു നടപടിയാണ് ഇങ്ങനെ വലിയ ഒരു മോഷണ സംഘത്തെ പിടികൂടാൻ വഴി തുറന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാം. ചമ്ന തുടരുന്നുണ്ട്. ചമ്ന, നമുക്ക് കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാവുന്നുണ്ടോ? പോലീസ് ഉദ്യോഗസ്ഥരുടെ ഔദ്യോഗിക വിശദീകരണം നമുക്ക് വ്യക്തമാണ്. അത് വലിയ ഗുരുതരമായ ഒരു ഏറ്റുമുട്ടലായിരുന്നു എന്നവർ പറയുന്നു. പക്ഷേ കൂടുതൽ വിശദാംശങ്ങൾ വരുന്നില്ല. 2 പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കുണ്ട്, അല്ലേ? തീർച്ചയായും സജിത്ത്, അത് തന്നെയാണ്. 2 പോലീസുകാർക്കാണ് ഇപ്പോൾ പരിക്ക് വെടിയേറ്റത്.